ടു യെറ്റ് അനദർ വീഡിയോ. സോ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആണ്. അപ്പോൾ ഇന്നാണ് എൻ്റെ എക്സാം കംപ്ലീറ്റ്ലി തീരാൻ. ഞാൻ ഇമ്പ്രൂവ്മെൻറ്റ് എക്സാം എഴുതുന്നുണ്ട്. സോ ഇന്ന് മാത്സ് ആണ് ഇമ്പ്രൂവ്മെൻറ്റ് എക്സാം. ഓൾറെഡി +2 എക്സാം 19th തീർന്ന്. സോ ഇമ്പ്രൂവ്മെൻറ്റ് കൂടി ഉണ്ടായത് കൊണ്ട് ഇപ്പോഴാണ് ഒന്ന് എക്സാമൊക്കെ കഴിഞ്ഞ് കിട്ടിയത്. അപ്പോൾ രാവിലെ തന്നെ ഹോസ്പിറ്റലിൽ പോകേണ്ടൊരു ആവശ്യം ഉണ്ടായിരുന്നു, ഇഞ്ചക്ഷൻ എടുക്കാനുണ്ടായിരുന്നു. സോ നേരെ ഹോസ്പിറ്റലിലേക്ക് പോയി. ഇഞ്ചക്ഷൻ എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പൂച്ച മാന്തീനാണ് ഗൈസ്. അപ്പോൾ അതൊക്കെ എടുത്തതിന് ശേഷം നേരെ വീട്ടിൽ വന്ന് നേരെ പഠിക്കാൻ വേണ്ടി തുടങ്ങി. അപ്പോൾ മാത്സ് എക്സാമാണ്. സോ കുറച്ച് കാര്യങ്ങളൊക്കെ ഞാനിങ്ങനെ റിവൈസ് ചെയ്തു. +1 എക്സാം ആയതുകൊണ്ട് തന്നെ നേരെ പഠിച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. ഇമ്പ്രൂവ്മെൻറ്റിൻ്റെ തലേ ദിവസമാണ് പഠിക്കുന്നത് തന്നെ. സോ എന്നെക്കൊണ്ട് പറ്റുന്നത്ര ചാപ്റ്റേഴ്സൊക്കെ ഞാൻ കവർ ചെയ്തിട്ടുണ്ട്. സോ എൻ്റെ പബ്ലിക് എക്സാമും ഇമ്പ്രൂവ്മെൻറ്റ് എക്സാമൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നുള്ളത് ഞാൻ വേറെ വീഡിയോ ചെയ്യാം. പിന്നെ സ്കൂളിൽ പോകുന്ന ടൈം ആയിട്ടുണ്ടായിരുന്നു. സോ വേഗം പോയി റെഡിയായി യൂണിഫോമൊക്കെ ഇട്ട് സ്കൂളിലേക്ക് പോയി. അപ്പോൾ നമ്മളെല്ലാവരുടെയും ലാസ്റ്റത്തെ ഒരു ഡേ ആയിരുന്നു അന്ന്. ഇനിയുള്ളതൊരു ഇംഗ്ലീഷ് എക്സാമാണ് ഇമ്പ്രൂവ്മെൻറ്റിൻ്റെ. നമ്മുടെ ക്ലാസ്സിൽ നിന്ന് കുറച്ച് പേര് മാത്രമേ ഇംഗ്ലീഷ് ഇമ്പ്രൂവ്മെൻറ്റ് എഴുതുന്നുള്ളൂ. സോ എല്ലാവരെയും അവസാനമായിട്ട് കാണാൻ പറ്റിയൊരു ദിവസമായിരുന്നു ഇന്ന്. അങ്ങനെ നമ്മുടെ എല്ലാവരുടെയും ലൈഫിലെ +2 എന്നൊരു അധ്യായം കൂടെ കഴിഞ്ഞു ഗൈസ്. അങ്ങനെ എക്സാം കഴിഞ്ഞ് ഫ്രണ്ട്സിനോടൊക്കെ വിട പറഞ്ഞ് നമ്മളെല്ലാവരും വന്നു. നമ്മൾ 4 പേരും നടന്നിട്ട് വരുന്ന സമയത്ത് ഈ ഒരു സ്ഥലത്ത് നിന്ന് നമ്മൾ കുറേ സംസാരിക്കും. സോ ഇനി അതൊന്നും ഇല്ലയെന്ന് വെക്കുമ്പോൾ ഒരു ചെറിയൊരു വിഷമം ഗൈസ്. അങ്ങനെ നേരെ വീട്ടിൽ വന്നപ്പോൾ തന്നെ ഒരു സ്ഥലത്ത് പോകേണ്ടിണ്ടായിരുന്നു. എക്സാം ആയതുകൊണ്ട് ഇതുവരെ പോകാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. സംഭവം വേറൊന്നുമല്ല, എൻ്റെ അമ്മായി പ്രസവിച്ചിട്ടുണ്ടായിരുന്നു. സോ അത് കാണാനാണ് പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ സ്കൂള് എക്സാം അങ്ങനെയൊക്കെ പറഞ്ഞ് ഇതുവരെ പോകാൻ വേണ്ടി പറ്റിയിട്ടുണ്ടായിരുന്നില്ല. സോ എൻ്റെ എക്സാം കഴിയാൻ വേണ്ടി എല്ലാവരും വെയിറ്റ് ചെയ്യായിരുന്നു. സോ പിന്നെ ഒന്നും നോക്കിയില്ല, കഴിഞ്ഞപ്പോൾ തന്നെ നമ്മളെല്ലാവരും നേരെ അങ്ങോട്ടേക്ക് പോയിട്ടുണ്ടായിരുന്നു. പിന്നെ നമുക്ക് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാനുണ്ടായിരുന്നു. സോ അതും വാങ്ങി നമ്മൾ നേരെ പോയി. അപ്പോൾ നോമ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതിൻ്റെ ഉള്ളിൽ വേഗം വീട്ടിലേക്ക് എത്തണം. അപ്പം നമ്മളിങ്ങനെ ഈ കാറിൽ ഇങ്ങനെ പോയ യൂണിഫോം പോലും മാറ്റാനാണ് പോയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഞങ്ങൾ പോകുന്ന വഴിക്ക് പെട്രോൾ പമ്പിലെത്തി പെട്രോൾ അടിക്കാൻ വേണ്ടി നിൽക്കുന്ന സമയത്താണ് കാറിന് നല്ലൊരു പണി കിട്ടിയത്. പിന്നെ കുറേ മണിക്കൂർ അവിടെ നിന്ന് നമ്മുടെ എല്ലാവരുടെയും സമയം അങ്ങനെ പോയി. ഓൾറെഡി നമ്മൾ ലേറ്റാണ്, കുറച്ച് ദൂരം പോകാനുണ്ടായിരുന്നു. പിന്നെ കുറേ നല്ല മനുഷ്യന്മാരൊക്കെ കൂടി നമ്മുടെ കാർ എങ്ങനെയൊക്കെ ശരിയാക്കി തന്നു ഗൈസ്. അങ്ങനെ നമ്മൾ നേരെ നമ്മുടെ സ്ഥലത്തേക്ക് പോയി. അപ്പോൾ പയ്യന്നൂർ പോകാനുണ്ടായിരുന്നു. അവിടെ നിന്ന് കുറച്ച് ഡ്രസ്സും കാര്യങ്ങളൊക്കെ വാങ്ങാനുണ്ടായിരുന്നു കുഞ്ഞിക്ക്. അപ്പോൾ നമ്മൾ നേരെ അങ്ങോട്ട് പോയി. അവിടെ നല്ല ബ്ലോക്ക് ഉണ്ടായിരുന്നു, ചെറിയ ബ്ലോക്കല്ല, ഒന്നാമത് ഈവനിങ് ആ ഒരു ടൈമാണ്. സോ നല്ല ബ്ലോക്ക് ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ നേരെ ഡ്രസ്സ് വാങ്ങാനാണ് പോയിട്ടുണ്ടായിരുന്നത്. സോ അവിടെ ചെന്ന് അവിടെ നിന്ന് കുഞ്ഞിക്ക് വേണ്ട ഡ്രസ്സും കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കി വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഡ്രസ്സ് വാങ്ങാൻ വേണ്ടി പോയിട്ട് വേഗമൊന്നും നമ്മൾ വിചാരിച്ച പോലെ കാര്യങ്ങൾ നടന്നിട്ടുണ്ടായിരുന്നില്ല. കുറേ ടൈം അവിടെ പോയി. പിന്നെ തിരിച്ചു വരുമ്പോൾ നല്ല ബ്ലോക്ക് ഉണ്ടായിരുന്നു. സോ നമ്മൾ നേരെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ വാങ്ങി നേരെ വീട്ടിലേക്ക് എത്തി. അമ്മായിൻ്റെ വീട്ടിലേക്കാണ് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അമ്മായിൻ്റെ വീട്ടിലെത്തിപ്പാട് തന്നെ ബാങ്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു നോമ്പ് കുറിക്കാൻ വേണ്ടിയിട്ട്. സോ നമ്മൾ വേഗം എല്ലാവരും കൂടെ നോമ്പ് വിളിച്ചു. അമ്മ എന്തൊക്കെയോ സ്പെഷ്യലാക്കി വെച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ വരുന്നത് പറഞ്ഞിട്ട്. സോ നമ്മൾ നേരെ നോമ്പും കാര്യങ്ങളൊക്കെ മുറിച്ചു. ഈ അമ്മായിൻ്റെ മോൻ്റെ ഭാര്യയാണ് പ്രസവിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതും എൻ്റെ ഒരു അമ്മായിയാണ്. നമ്മൾ കറക്റ്റ് ബാങ്ക് കൊടുക്കുന്ന കുറച്ച് മുമ്പാണ് അവിടെ എത്തിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ വേഗം നോമ്പെല്ലാം മുറിച്ചു. അപ്പോൾ ഈ ഒരു സാധനം ഞാൻ ആദ്യമായിട്ട് കഴിക്കുകയാണ്. ലുക്കൈമത്താണ് ഗൈസ്. അപ്പോൾ അമ്മായി ഉണ്ടാക്കിയതാണ്, നല്ല അടിപൊളി ടേസ്റ്റ് ഉണ്ടായിരുന്നു ഗൈസ്. പിന്നെ കുറേ കഴിഞ്ഞപ്പോൾ നമ്മളെല്ലാവരും കൂടി റെഡിയായി മറ്റേ അമ്മായിൻ്റെ വീട്ടിലേക്ക് പോകാൻ വേണ്ടി റെഡിയായി. സോ നമ്മളെല്ലാവരും ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു കുഞ്ഞിനെ കാണാൻ വേണ്ടിയിട്ട്. കാരണം പ്രസവിച്ചിട്ട് കുറേ ദിവസമെങ്കിലും നമ്മൾ ഇതുവരെ കാണാൻ വേണ്ടി പറ്റിയിട്ടുണ്ടായിരുന്നില്ല. സോ നമ്മളെല്ലാവരും കാറിലാണ് പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ നേരെ അങ്ങോട്ടേക്ക് പോയി ഗൈസ്. അമ്മായിൻ്റെ ഉമ്മാൻ്റെ ഫുഡ് ഭയങ്കര അടിപൊളി ടേസ്റ്റാണ് ഗൈസ്. അപ്പോൾ നമ്മളവിടെ പോയപ്പോഴാണ് നമുക്ക് നല്ല അടിപൊളി പായസവും കാര്യങ്ങളൊക്കെ തന്നിട്ടുണ്ടായിരുന്നു. നോമ്പ് ഇത്രയായിട്ടൊന്നും മനസ്സറിഞ്ഞ് ഫുഡ് കഴിക്കുന്നത് ആ ഒരു ദിവസമാണ്. കാരണം ബാക്കിയുള്ള ദിവസം എക്സാം മറ്റോ മറിച്ചെന്നൊക്കെ പറ്റും നേരെ കഴിക്കാൻ വേണ്ടി പറ്റിയിട്ടുണ്ടായിരുന്നില്ല. നല്ല അടിപൊളി തേങ്ങാപ്പാലിൽ 10 ഇട്ടത് ഞാൻ ആദ്യമായിട്ട് ട്രൈ ചെയ്യാണ്. സോ അതൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ നേരെ കുഞ്ഞിനെയും കളിപ്പിച്ച് കുറേ ടൈമിനപ്പോൾ നമ്മൾ വീട്ടിലേക്ക് തിരിച്ചു വന്നിട്ടുണ്ടായിരുന്നു. സോ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഒരു ചെറിയൊരു മിനി ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആണ്. കാരണം എനിക്ക് കാര്യമായിട്ടൊന്നും ഷൂട്ട് ചെയ്യാൻ വേണ്ടി പറ്റിയിട്ടുണ്ടായിരുന്നില്ല. സോ ഹോപ്പ് യു ഓൾ ലൈക്ക് ദിസ് വീഡിയോ. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.